إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, റജബിനും റമളാനിനും ഇടയിലുള്ള ശഅബാൻ മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ശഅബാൻ മാസം എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പൊതുവെ ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ കിതാബിലെ ധാരാളം ആയത്തുകളിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അശ്രദ്ധയിലായി പോകരുത്. ഇത് പൊതുവായ ഒരു കൽപ്പനയാണ്. അശ്രദ്ധയിലായി ഗഫലത്തിലായി ജീവിക്കുക എന്നത് പ്രത്യേകിച്ചൊരു മുഅ്മിനിന് ഒട്ടും അനുയോജ്യമല്ല. നമ്മളെപ്പോഴും പരലോകത്തെ പ്രതീക്ഷിക്കേണ്ടവരാണ്. മുഅ്മിനിന് ഏറ്റവും വലിയ ആശ്വാസവും സമാധാനവും അതാണ്. ഇഹലോകമെന്നത് തീർന്നു പോവാനുള്ളതാണല്ലോ. വരാനിരിക്കുന്ന പരലോകമാണ് ശാശ്വത ഭവനം. അതാണ് നമുക്ക് ഈ ജീവിതത്തിൽ മറ്റെല്ലാറ്റിനേക്കാളും സമാധാനം നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും ശഅബാൻ മാസത്തിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ റമളാനിൻ്റെ തൊട്ടു മുന്നേയുള്ള ശഅബാനിൽ തന്നെ പരിശുദ്ധ റമളാനിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ട്. അത് നമ്മെപ്പോലെയുള്ള ഭൗതിക വിഭവങ്ങൾ കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളല്ല, മറിച്ച് ഇബാദത്തുകൾ കൊണ്ടുള്ള മുന്നൊരുക്കമായിരുന്നു എന്ന് നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. സഹോദരങ്ങളെ, ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ, നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതിലൊന്നാമത്തേത് ഈ മാസത്തിൽ ഐച്ഛികമായ സുന്നത്ത് നോമ്പുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടുത്തെ മാതൃകയാണ്
ഷഅബാനിൽ അവിടുന്ന് ധാരാളമായി നോമ്പെടുത്തിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുമായിരുന്നു. ഏതുവരെ? നമ്മൾ പറയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായ നോമ്പിലാണ്, അവിടുന്ന് നോമ്പ് ഉപേക്ഷിക്കാറേയില്ല. നേരെ തിരിച്ച് അവിടുന്ന് ചിലപ്പോൾ നോമ്പെടുക്കാറില്ല. ഏതുവരെ? നമ്മൾ പറയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാറേയില്ല എന്ന രൂപത്തിൽ. എന്നിട്ട് അവർ പറഞ്ഞു, ഫമാ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്രിൻ ഇല്ലാ റമളാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു മാസം പരിപൂർണമായി നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അത് റമളാനിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. വമാ റഅയ്തുഹു അക്സറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശഅബാനിലല്ലാതെ ധാരാളമായി നോമ്പെടുത്തതായിട്ടും ഞാൻ കണ്ടിട്ടില്ല. ഈ ഹദീസ് സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, അവിടുന്ന് സുന്നത്ത് നോമ്പുകൾ എടുക്കും, ചിലപ്പോൾ തുടർച്ചയായി എടുക്കും, ചിലപ്പോൾ എടുക്കാറേ ഇല്ല. എന്നാൽ പരിപൂർണമായി ഒരു മാസം മുഴുവനായി അവിടുന്ന് എടുത്തത് റമദാനിൽ മാത്രമായിരുന്നു. അതോടൊപ്പം ശഅബാൻ മാസത്തിൽ അവിടുന്ന് ധാരാളമായി നോമ്പെടുത്തിരുന്നു എന്നാണ് ഈ ഹദീസിൽ കിട്ടുന്ന ഗുണപാഠങ്ങൾ. അത് തെളിവാണ്, ശഅബാനിൽ ധാരാളമായി നോമ്പെടുക്കുക എന്നത് സുന്നത്താണ്. മറ്റൊരു ഹദീസ്, പ്രസിദ്ധമായ ഹദീസ് നമുക്ക് കാണാം. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ലം അറക തസൂമു ശഹ്റൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും ഇങ്ങനെ നോമ്പെടുക്കുന്നതായി നബിയെ അങ്ങേ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. എന്തുകൊണ്ടാണ് അവിടുന്ന് ധാരാളമായി നോമ്പെടുത്തിരുന്നത്? അവിടുന്ന് പറയുകയാണ്, ആ മാസം ശഅബാൻ എന്നത് റജബിനും റമളാനിനും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കുന്ന മാസമാണ്. മാത്രമല്ല, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ. ഈ ശഅബാൻ മാസം എന്നത്, ഈ മാസത്തിലാണ് അടിമകളുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ, എൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. സഹോദരങ്ങളെ നോക്കൂ, ശഅബാൻ മാസത്തിൽ നോമ്പുകൾ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. പൊതുവേ ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കും റമളാനിനും റജബിനും ഇടയിൽ. കാരണം റജബ് പവിത്രമാസമാണ്. നമ്മൾ അതിനെ തൊട്ട് ഉത്ബോധനങ്ങൾ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തേക്കാം. റമളാൻ എന്നത് എന്തായാലും ശ്രദ്ധിക്കുന്ന മാസമാണ്. അതിനിടയിലുള്ള ശഅബാൻ എന്നത് പൊതുവെ അശ്രദ്ധയിലായി പോകും. അപ്പം അതുകൊണ്ട് ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കെ ഇബാദത്തുകൾ ചെയ്യുക എന്നത് പുണ്യകരമായ കാര്യമാണ്. വലിയ പ്രാധാന്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. മറ്റൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ മാസത്തിൽ നമ്മുടെ കർമ്മങ്ങൾ റബ്ബുൽ ആലമീനായ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന പല ഘട്ടങ്ങളുണ്ട്. എല്ലാ ദിവസവും ദിവസത്തിൽ അള്ളാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർന്നു പോകും. ആഴ്ചയിൽ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകും. നോക്കൂ, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നാം നല്ല അടിമകളായി തീരുക എന്നത്, നമ്മൾ ഇബാദത്തിലായിരിക്കുക എന്നത് വളരെയേറെ പുണ്യകരമായ കാര്യമാണ്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന അഹബ്ബ ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസൂമഹു ശഅബാൻ ثم يصله برمضان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളിൽ വെച്ച് നോമ്പെടുക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന മാസമാണ് ശഅബാൻ.
അതിനുശേഷം അതിനോട് ചേർന്ന് റമളാനിലും. സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്കറിയിച്ച് നൽകുന്നത് നമ്മൾ നോമ്പ് ഈ മാസത്തിൽ അനുഷ്ഠിക്കുക എന്നതാണ്. നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ ധാരാളമായി ശഅബാൻ മുഴുവനും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അഥവാ അതിലെ ബഹുഭൂരിപക്ഷം ശഅബാനിൻ്റെ അവസാനത്തെ 2 ദിവസങ്ങൾ ഒഴികെ, അത് റമളാനിനെ വരവേൽക്കുമ്പോൾ നോമ്പെടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് കാരണത്താലാണ്. അതല്ലാതെ ധാരാളമായി ശഅബാനിൽ നോമ്പ് വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം. നമുക്ക് സാധിക്കുന്ന രൂപത്തിലെങ്കിലും സഹോദരങ്ങളെ, ഈ മാസത്തിൽ നോമ്പ് എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഓഹരിയായി നാം നിശ്ചയിക്കേണ്ടതുണ്ട്. തിങ്കളും വ്യാഴവും അതുപോലെ നമുക്ക് സാധിക്കുന്ന ദിവസങ്ങൾ ശഅബാനിൻ്റെ തുടക്കത്തിൽ തന്നെ നോമ്പെടുക്കേണ്ടതുണ്ട്. ശഅബാൻ പകുതി കഴിഞ്ഞാൽ നോമ്പെടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ ശഅബാൻ പകുതിക്ക് ശേഷം പിന്നെ ഒരാൾ എടുത്തു തുടങ്ങുന്നത് നല്ലതല്ല. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യത്തിൽ തന്നെ ശഅബാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മുടെ ഒരു ഓഹരി നോമ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടാവാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, എന്തുകൊണ്ടാണ് ശഅബാൻ മാസത്തിലെ നോമ്പിന് ഇത്രയേറെ പ്രാധാന്യം വന്നത്? അതിലൊന്നാമത്തെ കാര്യം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ശഅബാൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ അശ്രദ്ധയിലായിരിക്കുമ്പോൾ, മറ്റുള്ള ആളുകൾ അശ്രദ്ധയിലായിരിക്കുന്ന സമയങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒരാൾ ഇബാദത്തിലായി തീരുക എന്നത് വളരെയേറെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. ജനങ്ങളൊക്കെ അശ്രദ്ധയിലാണ്, പല തിരക്കിലാണ്. അങ്ങനെയുള്ള സമയങ്ങൾ, അതല്ലെങ്കിൽ ജനങ്ങളെല്ലാവരും പല രൂപത്തിൽ അശ്രദ്ധയിലായിരിക്കുന്ന സ്ഥലങ്ങൾ, അവിടെ വെച്ചൊരാൾ, അത്തരം സന്ദർഭങ്ങളിൽ ഒരാൾ ഇബാദത്തിൽ ഏർപ്പെടുക എന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ട് ഈ നോമ്പിന്, ശഅബാനിലെ നോമ്പിന് പുണ്യമേറുന്നു. രണ്ടാമതൊരു കാരണം പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ മാസത്തിലാണ് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത്. അള്ളാഹുവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മുടെ കർമ്മങ്ങൾ നാം നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടുക എന്നത് പുണ്യകരമായ കാര്യമാണ്, നമുക്ക് ഏറ്റവും ഉത്തമവുമാണത്. കാരണം നോമ്പിലായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഇബാദത്തിൻ്റെ ഒരു അവസ്ഥയിലായിരിക്കും. നോമ്പ് അതുപോലെയുള്ള മറ്റു ഇബാദത്തുകൾ, ഇതൊക്കെ ആയി നമ്മൾ നിലകൊള്ളുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. മൂന്നാമതൊരു കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയാണിത്. അവിടുന്ന് പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഹദീസിൽ വന്നതുപോലെ മറ്റൊരു മാസത്തിലും എടുക്കാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശഅബാനിൽ നോമ്പുകൾ വർദ്ധിപ്പിച്ചിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം ശഅബാനിലെ സുന്നത്ത് നോമ്പുകൾ തന്നെയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ശഅബാനിലെ സുന്നത്ത് നോമ്പുകൾ എന്നാൽ ഫർള് നിസ്കാരത്തിൻ്റെ കൂടെയുള്ള റവാത്തിബ് നിസ്കാരം പോലെയാണ്. ഫർള് നിസ്കാരത്തിൻ്റെ മുന്നിലും ശേഷവുമായി സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. വലിയ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണവ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, രാത്രി നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠകരമാണ് റവാത്തിബ് നിസ്കാരങ്ങൾ. 12 റക്അത്തുകൾ നമുക്കെല്ലാവർക്കും അറിയാം. സുബഹിന് മുന്നേ 2, ദുഹറിന് മുന്നേ 4, ശേഷം 2, മഗ്രിബിനും ഇശായിനും ശേഷം 2. ഇങ്ങനെ 12 റക്അത്തുകൾ ഒരാൾ പതിവാക്കിയാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലൊരു വീട് വെച്ച് നൽകും എന്ന് ഹദീസിൽ കാണാം. അതുപോലെയാണ് ശഅബാനിലെ സുന്നത്ത് നോമ്പുകളുടെ പ്രാധാന്യം. കാരണം ഇത് റമളാൻ എന്ന ഫർള് നോമ്പിനോട് ചേർന്ന് വരുന്ന സുന്നത്ത് നോമ്പുകളാണ്. അങ്ങനെ അനേകം ശ്രേഷ്ഠതകൾ പറയപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ ശഅബാനിലെ സുന്നത്ത് നോമ്പുകൾ എന്നുള്ളത്. എന്നാൽ ശഅബാനിൽ 15-ന്റെ അന്ന് പ്രത്യേകമായി ഒരു നോമ്പ് നമ്മുടെ നാടുകളിൽ കാണാം. ബറാഅത്തിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ്. ആ നോമ്പ് സ്ഥിരപ്പെട്ടതല്ല. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് അടുത്ത ഖുതുബയിൽ നമുക്ക് കേൾക്കാം. എന്താണ് ശഅബാൻ 15-ന്റെ പ്രത്യേകത, അതുള്ളത് എന്താണ്, ഇല്ലാത്തത് എന്താണ്, എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
ശഅബാനിൽ രണ്ടാമതായി നമുക്ക് ചെയ്യേണ്ട കാര്യമെന്നത്, നാം ശ്രദ്ധിക്കേണ്ട കാര്യമെന്നത് സഹോദരങ്ങളെ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നത് ഈ മാസത്തിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ചില മുൻഗാമികൾ പറഞ്ഞു, കാന യുഖാലു ശഹ്റു ശഅബാന ശഹ്റുൽ ഖുർആ. ശഅബാൻ മാസത്തെ സലഫുകൾ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ഷഹറുൽ ഖുർആ എന്നാണ് വിളിച്ചിരുന്നത്. ഖുർആ എന്ന് പറഞ്ഞാൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നവർ, ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണിത് എന്ന് ഈ മാസത്തിനൊരു വിളിപ്പേരുണ്ട്. അതുപോലെ തന്നെ ചില മുൻഗാമികൾ അവരുടെ കച്ചവട സ്ഥാപനം അതൊക്കെ അടച്ച് ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ശഅബാനിൽ തന്നെ ഖുർആനുമായി നല്ല ഒരു ബന്ധമുണ്ടാക്കുക എന്നത് നമ്മുടെ നല്ലവരായ മുൻഗാമികൾ കാണിച്ചു തന്ന ഒരു മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ധാരാളമായി ഖുർആൻ പാരായണം എന്നത് ഈ മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നോമ്പും ഖുർആൻ പാരായണവും ശഅബാനിൽ തന്നെ ഈ രൂപത്തിൽ നമുക്ക് പുണ്യകരമായി തീർന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് റമദാനിലേക്കുള്ള മുന്നൊരുക്കമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ അവർ റമദാനിനു വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നത് ഭൗതിക വിഭവങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഇബാദത്തുകൾ കൊണ്ടായിരുന്നു. റമദാൻ എന്ന നോമ്പിനെ നമ്മൾ കാത്തിരിക്കുമ്പോൾ ശഅബാനിൽ തന്നെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും അതിനുവേണ്ടി പാകപ്പെടുത്തിയെടുക്കുക എന്നതാണ് ഇതിലൂടെയുള്ള ലക്ഷ്യം. പൊടുന്നനെ ഒരു ദിവസം നോമ്പെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടായേക്കാവുന്ന പ്രയാസങ്ങൾ ശഅബാനിൽ തന്നെ അത് തുടങ്ങിയാൽ, ശീലിച്ചാൽ നമുക്കുണ്ടാവുകയില്ല. റമദാനിൽ യഥേഷ്ടം ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് നോമ്പെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക എന്ന് പറയാനുള്ള കാരണം, റമദാൻ എന്നത് ഖുർആനിൻ്റെ മാസമാണ്. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ 3 ദിവസങ്ങൾ കൊണ്ടും ഒരാഴ്ച കൊണ്ടും ഒക്കെ ഖുർആൻ പരിപൂർണമായി 30 ജുസുകളും പാരായണം ചെയ്ത് തീർക്കാറുണ്ടായിരുന്നു. നല്ലവരായ മുൻഗാമികൾ, ചില മുൻഗാമികളെ കുറിച്ച്, സലഫുകളിൽപ്പെട്ട ആളുകളെ കുറിച്ച് പറയപ്പെട്ടതായി കാണാം, റമദാനിൽ 60 ഖത്മ് തീർക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം 2 ഖത്മുകൾ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒപ്പിച്ചെടുത്താലും ഒരു ഖത്മ് തീർക്കാൻ പെടുന്ന പാട്. സഹോദരങ്ങളെ, ശഅബാനിലെ നമ്മൾ മുന്നൊരുക്കം നടത്തിയാൽ റമദാനിൽ നമുക്ക് ഖുർആൻ പാരായണം ശീലമായി വരും. അപ്പം നമ്മളിങ്ങനെ ധാരാളമായി നമ്മൾ പോലും അറിയാതെ ഓതിപ്പോകും. എന്നാൽ പൊടുന്നനെ ഒരു ദിവസം റമദാനിലെത്തി അന്ന് ഖുർആൻ മറിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ഖത്മ് പൂർത്തിയാക്കിയതായിരിക്കും. പിന്നെ ആകെ വെള്ളിയാഴ്ച ഒരു അൽകഹഫ് ആയിരിക്കും പിന്നെ ഓതുക. അപ്പോൾ പിന്നെ ഒരു ജുസ് ഓതുക എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ദൈർഘ്യം ഉണ്ടാവും. നേരെ മറിച്ച് ശഅബാനിലെ നമ്മൾ ധാരാളമായി ഓതി തീർത്താലോ, അങ്ങനെ ഖുർആനുമായി ബന്ധം പുനഃസ്ഥാപിച്ചാലോ, നമുക്കത് നമ്മുടെ ജീവിതത്തിൽ പിന്നെയും തുടരാൻ സാധിക്കും. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്താൽ സഹോദരങ്ങളെ, ഒരു കെട്ടിക്കൊടുക്ക് നമുക്കുണ്ടാവുകയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവരൊരു ദിവസം എത്ര ജുസുകൾ ഓതുമെന്ന് വിചാരിച്ചിട്ടാണ്? നമ്മളൊക്കെ 2 പേജ് ഇങ്ങനെ ഓതൽ എത്ര സമയമെടുക്കും? അവരൊക്കെ മണിക്കൂറുകൾ കൊണ്ട് 5ഉം 6ഉം ജുസുകൾ ഒരൊറ്റ ഇരുത്തത്തിന് ഓതും. എന്തുകൊണ്ടാണത്? അവരുടെ ജീവിതം അതാണ്, ഖുർആനാണ്. നേരം പുലർന്നാൽ ഇത് തുടങ്ങിയാൽ രാത്രി വരെ ഖുർആനിൻ്റെ മുന്നിലാണവർ. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഖത്മോ 2 ഖത്മോ അല്ലെങ്കിൽ ജുസുകൾ തന്നെ 5ഓ 10ഓ ജുസുകൾ ഒരൊറ്റ ഇരുത്തത്തിന് ഓതുക എന്നതൊരു പ്രയാസമേ അല്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽ ബഖറയും ആലു ഇമ്രാനും സൂറത്തുൻ നിസാഉം ഒക്കെ ഓതിയതായി നമുക്ക് കാണാം. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു നിസ്കാരമായിരിക്കും അത്. തറാവീഹിന് ഇമാം ഒരു 5 പേജ് ഓതിയാൽ തന്നെ അത് കഴിഞ്ഞാൽ തുടങ്ങും. എന്തിത്ര നീളം, നിസ്കാരം ഇത്ര നീളം, സുഖമില്ലാത്ത ആളില്ലേ? നോക്കൂ നിങ്ങൾ,
എത്ര പേജുകളാണ്! സൂറത്തുൽ ബഖറ മാത്രം എടുത്ത് നോക്കൂ, എത്ര ജുസുകളുണ്ട്. അപ്പൊ നോക്കൂ, ഒരൊറ്റ റക്അത്തിൽ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവിടുന്ന് ഒരു ഖത്മ് ഒരു റക്അത്തിൽ തീർത്തതായി പറയപ്പെട്ടതായി കാണാം. ഒരൊറ്റ റക്അത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നതാണ്. അതൊക്കെ അവർക്ക് മാത്രമേ സാധിക്കൂ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മളങ്ങനെ വിചാരിക്കൂലല്ലോ. അവരൊക്കെ പഴയ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീട്ടിലും ഓല മേഞ്ഞ വീട്ടിലൊക്കെയാണ്. ഇന്ന് നമ്മളങ്ങനെ ജീവിക്കോ? ഇല്ല. ഇന്ന് നമുക്ക് നല്ല സുഖസൗകര്യങ്ങൾ വേണം. കാറ്റ് വെള്ളം, ഫാന് മാത്രം പോരെ, എ സിയും കൂടി വേണം. എന്തേ ആ കാര്യത്തിൽ നമ്മൾ മുൻഗാമികളെ മാതൃകയാക്കുന്നില്ല? അവർ സഞ്ചരിച്ചത് ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കുതിരപ്പുറത്തൊക്കെ ആയിരുന്നു. നമുക്ക് പറ്റുമോ? ഇല്ല. നമുക്കൊരു പഴയ വണ്ടി ഉണ്ടെങ്കിൽ തന്നെ പുതിയ വണ്ടി കാണുമ്പോൾ തോന്നും, ആ ഇത് മാറ്റിയാൽ കൊള്ളാം. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ മുൻഗാമികളെ നോക്കാറില്ല. എങ്കിൽ നമ്മൾ ഇബാദത്തിൻ്റെ കാര്യത്തിലും ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്കത് പറ്റുമെങ്കിൽ നമ്മളും അത് പരിശ്രമിക്കണം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ, ഇല്ലം തകൂനു മിസ്ലഹും ഫതശബ്ബഹു, അവരെ പോലെ നിങ്ങൾക്കാവാൻ സാധിച്ചില്ലെങ്കിൽ അവരോട് സാദൃശ്യമെങ്കിലും വെച്ച് പുലർത്തൂ. മുൻഗാമികളെ പോലെ നമ്മളായിട്ടില്ലെങ്കിലും അവരോടുള്ള സാദൃശ്യമെങ്കിലും നമുക്ക് വേണ്ടേ? കാരണം അവർ പോയ ആ വിശാല വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്കാണ് പ്രിയമുള്ളവരെ നമുക്കും പോവാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം സഹോദരങ്ങളെ, ശഅബാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ റമദാനിൽ വിട്ടുപോയ നോമ്പുകളുണ്ടെങ്കിൽ അത് ഈ ശഅബാനോടുകൂടി തന്നെ എടുത്തു പൂർത്തീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാർ, സ്ത്രീകൾ ശ്രദ്ധിക്കണം. അവർക്ക് കഴിഞ്ഞ റമദാനിൽ നോമ്പുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗികളായിട്ട് വല്ലവരും വല്ല നോമ്പുകളും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഖളാ വീട്ടാൻ അവസാനത്തെ സമയമാണിത്. ഒരാൾ അടുത്ത റമദാനായിട്ടും ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ രണ്ടവസ്ഥകളാണ്. ഒന്ന്, അലസമായി നോമ്പ് ഖളാ വീട്ടാതിരിക്കുക എന്നത്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കുറ്റക്കാരാണ്. അവർ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം, ആ നോമ്പുകൾ എടുത്ത് വീട്ടണം. അതുപോലെ തന്നെ കഫാറത്ത്, പ്രായശ്ചിത്തം നൽകണം. ഓരോ നോമ്പിനും ഒരു സാധുവിന് ഭക്ഷണം നൽകുകയും വേണം. സഹാബികളിൽ നിന്നും ഫത്വകൾ നമുക്ക് കാണാം. രണ്ടാമതൊരവസ്ഥ, കാരണമുള്ളവരാണ്. രോഗമാണ്, ഈ റമദാനായിട്ട് മാറിയിട്ടില്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രയാസമാണ്, നോമ്പെടുക്കാനുള്ള ആരോഗ്യാവസ്ഥയില്ല എങ്കിൽ അവർ കുറ്റക്കാരല്ല, മറിച്ച് അവർക്ക് ഇനിയും അവസരമുണ്ട്. ഈ രണ്ടാലൊരവസ്ഥയാണ് കഴിഞ്ഞ റമദാനിലെ നോമ്പുമായി ഒരാൾക്കുണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ ഉമ്മമാരോട്, സഹോദരിമാരോട്, ഭാര്യമാരോട് നമ്മൾ ചോദിക്കണം. നോമ്പുണ്ടെങ്കിൽ വേഗമെടുത്ത് വിടാൻ പറയേണ്ടതുണ്ട്. അവർക്ക് പ്രയാസങ്ങളൊന്നും തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ അവർ നോമ്പ് ഖളാ വീട്ടാൻ തിരഞ്ഞെടുത്തിരുന്ന സമയമാണ് ഈ ശഅബാൻ മാസം. ഇതാണ് അവസാനത്തെ സമയം. അടുത്ത റമദാനിന് മുന്നേ കഴിഞ്ഞ റമദാനിലെ നോമ്പിൻ്റെ ബാധ്യതകൾ തീർത്തിയിരിക്കണം. ഇനൊരാൾ ബാധ്യത ഉണ്ടായിരിക്കെ അലസമായിക്കൊണ്ട് നോമ്പെടുക്കാതെ മരിച്ചുപോയാൽ സാമ അൻഹു വലിയുഹു, ഹദീസിൽ കാണാം, അയാളുടെ ഉറ്റ ബന്ധുക്കൾ അയാൾക്ക് വേണ്ടി നോമ്പെടുത്ത് വിടണം. അയാൾ ബാധ്യതയിലായിക്കൊണ്ട് മരിച്ചാൽ ഉറ്റ ബന്ധുക്കൾ നോമ്പെടുത്ത് വിടണം. അനന്തരാവകാശം ലഭിക്കുന്ന കുടുംബക്കാർ അയാൾക്ക് വേണ്ടി നോമ്പെടുത്ത് വിടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതം സമൃദ്ധമാക്കാൻ സഹായിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി
ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാനിന് മുന്നേ ഉള്ള ശഅബാൻ മാസത്തിൽ അശ്രദ്ധയിലായി പോകാതെ ഇബാദത്തുകൾ കൊണ്ട് പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ്? മുന്നേ സൂചിപ്പിച്ചതുപോലെ റജബ് മാസം എന്നത് വിത്ത് വിതക്കാനുള്ള മാസമാണ്. റജബിൽ നാം അള്ളാഹുവിനെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിതം നന്നാക്കിയിട്ടുണ്ട് എങ്കിൽ ശഅബാനിൽ ആ വിതച്ച വിത്തിന് വെള്ളമൊഴിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ നമ്മുടെ ഇബാദത്തുകൾ ഒന്നുകൂടി ഉഷാറാക്കാനുള്ള, പരിപോഷിപ്പിക്കാനുള്ള മാസമാണിത്. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ റമദാനിൽ ഇതിൻ്റെ ഒക്കെ വിളവ് അത് കൊയ്തെടുക്കാനുള്ള മാസമാണ്. എന്ന് പറഞ്ഞാൽ റമദാനിലൂടെ നമ്മുടെ ഇബാദത്തുകൾ കൂടുതൽ മെച്ചപ്പെടുത്തി റമദാൻ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ പാപമോചിതരായിക്കൊണ്ട് സ്വർഗം ഉറപ്പാക്കിയവരായിക്കൊണ്ട് ശവ്വാലിൽ എത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ഒരു റമദാൻ കഴിഞ്ഞാൽ അടുത്ത 6 മാസക്കാലം അള്ളാഹുവെ റമദാനിൽ ചെയ്ത പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യുമായിരുന്നു. പിന്നീട് അടുത്ത 6 മാസക്കാലം എന്നത് അള്ളാഹുവെ റമദാനിലേക്ക് എത്തിക്കണേ എന്ന് ദുആ ചെയ്യുമായിരുന്നു. റമദാൻ വന്ന് കിട്ടുക എന്നത് വലിയ കാര്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അശ്രദ്ധയിലായി പോകരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ. ഹർജിൻ്റെ കാലഘട്ടത്തിലുള്ള ഇബാദത്ത് എന്നത് എന്നിലേക്ക് ഒരുവൻ ഹിജ്റ ചെയ്ത് വരുന്നത് പോലെയാണ്. എന്താണ് ഹർജിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ? ഹർജിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കൊലപാതകങ്ങളും ഫിത്നകളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമായി നാട്ടിലാകെ ആശയക്കുഴപ്പങ്ങളും പുകമറകളുമായി ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കുന്ന ഒരു സമയത്തിനാണ്, കാലത്തിനാണ് ഹർജിൻ്റെ കാലഘട്ടം, സന്ദർഭം എന്ന് പറയുക. ആ സന്ദർഭത്തിൽ ഒരാൾ ഇബാദത്ത് ചെയ്യുക എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സ്വന്തം സ്ഥലം, നാട്, വീട് ഒക്കെ വിട്ട് ഹിജ്റ ചെയ്യുന്നത് പോലെയാണ് എന്നാണ്. സഹോദരങ്ങളെ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും അശ്രദ്ധയിലായിരിക്കുമ്പോൾ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇബാദത്തുകളിൽ മുഴുകുക എന്നതാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും തിരക്കിലാണ്. ഇവരൊക്കെ പോകുന്നതിന് മുന്നേ എന്തായാലും ഞാൻ സ്വർഗത്തിൽ പോകും എന്ന പ്രതീക്ഷയിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ നല്ലവരായ മുൻഗാമികൾ കാണിച്ചു തന്നതുപോലെയാണ്. അവർ സ്വർഗത്തിലാണെന്ന് ഉറപ്പായിട്ട് കൂടി പണിയെടുത്തു, അവർ പ്രവർത്തിച്ചു. നമ്മളോ, നമുക്കെന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? നമ്മൾ ചിന്തിച്ചു നോക്കുക. സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞ വാക്കുകൾ ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. അള്ളാഹു എന്നിൽ നിന്ന് ഒരു സുജൂദ് സ്വീകരിച്ചു എന്ന് എനിക്ക് വിവരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മരണം കൊതിക്കുമായിരുന്നു, ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിച്ചു പോകുമായിരുന്നു. ഒരൊറ്റ സുജൂദ്. ആര്? സ്വഹാബികൾ. സ്വഹാബിമാരിൽ ചിലർ പറഞ്ഞ വാക്കാണിത്. അവർ സ്വർഗത്തിലാണ് എന്നുറപ്പാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ വാക്ക് പറഞ്ഞത്. അള്ളാഹു എന്നിൽ നിന്ന് ഒരു സുജൂദ് സ്വീകരിച്ചു എന്ന് എനിക്ക് വിവരം കിട്ടിയാൽ ഞാൻ മരണം കൊതിക്കുമായിരുന്നു, ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമ്മുടെ കൈകളിൽ എന്താണുള്ളത്? എന്താണ് നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ പറയാനുള്ളത്? അതുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ആയത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങളെ അശ്രദ്ധയിലാക്കരുത്, അശ്രദ്ധയിലായി പോകരുത്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. വമൻ യഫ്അൽ ദാലിക ഫൗലായിക ഹുമുൽ ഖാസിറൂൻ. ആരാണോ അങ്ങനെ അശ്രദ്ധയിലായി പോയത് അക്കൂട്ടർ തന്നെയാകുന്നു നഷ്ടക്കാർ. ദുനിയാവിലെ നഷ്ടം പോലെയല്ല പരലോകത്തെ നഷ്ടം. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റജബ് കഴിഞ്ഞു, ശഅബാൻ തുടങ്ങി, ഇതും അവസാനിക്കും. ഇനിതാ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ വന്നു. ആ റമദാനും കഴിഞ്ഞു പോകും. മാസങ്ങൾ ഇങ്ങനെ മാറി മാറി വരും.
പക്ഷെ നമ്മൾ ഉണ്ടാവുമോ നമുക്കറിയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് മരണം വരെ പ്രവർത്തിക്കാനും എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ ഓരോരുത്തരെയും അല്ലാഹു സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ, പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണം വരെ അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അശ്രദ്ധയിൽ നിന്നും, കുഴപ്പങ്ങളിൽ നിന്നും, ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തുറവിയും ആശ്വാസവും സമാധാനവും ശിഫാവും നൽകുമാറാവട്ടെ. ഈമാനോടുകൂടി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.